ഒത്തിരി നാടകത്തിൽ പ്രധാന വേഷമണിയിച്ചിട്ടുള്ള ബീന ടീച്ചർ പിറ, അതിര് എന്നീ ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കൊച്ചു കൊച്ചു വേഷങ്ങൾ നേരിടുന്ന ഒരു അംഗൻവാടി ടീച്ചറുടെ കഥ പറയുന്നതാണ് തടവ് എന്ന സിനിമ. ഇതിൽ ടീച്ചർ അഭിനയിക്കുകയല്ല, മറിച്ച് ജീവിക്കുക തന്നെയായിരുന്നു എന്ന് ഈ സിനിമ നേരിട്ട് കണ്ടവർക്കറിയാം. അത്രമാത്രം ആത്മസമർപ്പണമാണ് നമ്മുടെ ബീന ടീച്ചർ ഈ സിനിമയിൽ നടത്തിയിട്ടുള്ളത്. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള 2023 മികച്ച പുതുമുഖ സംവിധായകനുള്ള രചന ഗോരം അവാർഡും ഈ സിനിമയുടെ സംവിധായകനായ ഫാസിൽ റസാഖിനായിരുന്നു. 2023 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ അഭിനയ മികവിന് സ്പെഷ്യൽ ജൂറി പരാമർശവും തടവ് എന്ന സിനിമയിൽ അഭിനയിച്ചതിന് നമ്മുടെ ബീന ടീച്ചർക്ക് ലഭിച്ചിരുന്നു എന്ന സന്തോഷം കൂടി പങ്കുവെക്കുകയാണ്. ഒരു ഗ്രാമത്തിന്റെ മാത്രം നടിയും നർത്തികയും ഗായികയുമായിരുന്ന ഞങ്ങളുടെ ബീന ടീച്ചർ ഒരു സംസ്ഥാനത്തിന്റെ തന്നെ മികച്ച നടിമാരിൽ ഒരാളായി തെരഞ്ഞെടുത്തതിലുള്ള സന്തോഷവും ആദരവും ലവലേശവും വിശുക്കില്ലാതെ നിങ്ങളുമായി പങ്കുവെക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അനവദ്യസുന്ദരമായ എന്നാണ് പറയേണ്ടത്. അനവദ്യസുന്ദരമായ ഒരു മികവിൻ്റെ, ഒരു നേട്ടത്തിൻ്റെ വർണ്ണത്തിളക്കത്തിൽ ഈ ഗ്രാമം, പരതൂർ ഗ്രാമം മാത്രമല്ല, തൃത്താല പ്രദേശം, പാലക്കാട് ജില്ലയും മലപ്പുറം ജില്ലയും കൈകോർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു മേഖല. അവിടുന്നും വിപുലമായി മലയാളക്കര തന്നെ അഭിമാനം കൊണ്ട് നിൽക്കുന്ന അതിവിശിഷ്ടമായിട്ടുള്ള ഒരു ബഹുമതി ലബ്ധിയിൽ നമ്മളെല്ലാവരും അഭിമാന പുളകിതരായിട്ടുള്ള അതിനനുയോജ്യമായിട്ട് പരതൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ചിട്ടുള്ള ഈ സ്വീകരണ ആദരണ സമ്മേളനത്തിൽ ആധ്യക്ഷ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് എൻ്റെ പ്രിയ സക്കരിയ, ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യയായ വൈസ് പ്രസിഡന്റ് സഹോദരി നിഷിത ദാസ്, ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി ഇടത്തോൾ, ചെയർപേഴ്സൺ ഷൈമ ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് മെമ്പർ പ്രിയ സ്നേഹിതൻ PTM ഫിറോസ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ സാഹിബ്, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ അബി എടമന, ക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വഹീദ ജലീൽ, വാർഡ് മെമ്പർമാരായ സുധീർ P, അനിത രാമചന്ദ്രൻ, MP ഉമ്മർ, രജനി മോൾ, AKM അലി, മിനിമോൾ. പറയേണ്ട കാര്യം, ഈ ദിവസം മുഴുവൻ ടീച്ചർക്കുള്ളതാണ്, ഈ സദസ്സ് മുഴുവൻ ടീച്ചർക്കുള്ളതാണ്. ഈ ഗ്രാമത്തിൻ്റെ ആഹ്ലാദാതിരേകം അത് മുഴുവനും ഒരു നാടിൻ്റെ ഹൃദയം തുടിച്ചു നിൽക്കുന്നത് ടീച്ചറുടെ കലാ സൗഭഗത്തോട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. ടീച്ചറുടെ പ്രതിഭക്കുള്ള ഈ നാടിൻ്റെ സമ്മാനമാണ് ഈ സ്വീകരണ സമ്മേളനം. ഞാൻ ആദ്യമായി ടീച്ചർക്ക് ആദരമർപ്പിക്കുകയാണ്, അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അർപ്പിക്കുകയാണ്. വ്യക്തി എന്ന് പറയുന്നത് ഈ വ്യക്തിക്കകത്തുള്ള സത്തയാണ്. വ്യക്തി എന്ന് പറയുന്നത് വ്യക്തിയുടെ ബാഹ്യരൂപമല്ല. ആ വ്യക്തി സത്ത ഏത് രീതിയിലാണ് പുറത്തേക്ക് പ്രതിഫലനം കൊള്ളുക എന്ന് പറയാൻ സാധിക്കില്ല. കലയായി, സാഹിത്യമായി, മനുഷ്യസ്നേഹമായി, ജീവകാരുണ്യമായി, മതമായി, ധാർമ്മികമായി, ദാർശനികമായി, ഏതെങ്കിലും രീതിയിൽ. വയനാട്ടിൽ കണ്ടില്ലേ, എത്രയോ മനുഷ്യന്മാർ പോയിട്ട് അവിടെ അത്ഭുതം കാട്ടി. അതവരുടെ അകത്തുള്ള വ്യക്തിസത്തയാണ്. നടുക്കുന്ന ദുരന്തത്തിൻ്റെ മധ്യത്തിലും നമുക്ക് ആശയേകിക്കൊണ്ട്, നമുക്ക് പ്രത്യാശ പകർന്നുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, പുഴയിലേക്കെടുത്ത് ചാടി, നീന്തി, ചേറിൽ മുങ്ങിക്കുളിച്ച് സൈന്യം രക്ഷാ കവചമൊരുക്കിയ നാട്ടുകാർ, ആ കാര്യത്തിൽ നമ്മൾ എപ്പോഴും മുമ്പിലാണ്.
കരിപ്പൂര് വിമാനത്താവളത്തിൽ അപകടമുണ്ടായപ്പോൾ ഏറ്റവും മുമ്പിൽ പ്രവർത്തിച്ചത് നാട്ടുകാരാണ്. ദേശീയ പത്രങ്ങൾ പോലും എഴുതി. അതൊക്കെ അതിൽ പങ്കെടുത്തവരുടെ ആത്മസത്തയുടെ പ്രകാശനമാണ്. ചിലപ്പോൾ കലാകാരനായി, കലാകാരിയായി, അധ്യാപകനായി, അധ്യാപികയായി, ഏതെങ്കിലും രീതിയിൽ മനുഷ്യൻ്റെ അകത്തുള്ള ജെം ഓഫ് എ പേഴ്സൺ, ഇംഗ്ലീഷ് പറയും ജെം ഓഫ് എ പേഴ്സൺ, ഉത്തമ മനുഷ്യ വ്യക്തികളെക്കുറിച്ച് പറയാൻ ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്ന വാക്കാണ്. ആള് ജെം ഓഫ് എ പേഴ്സൺ, ഒരു മനുഷ്യരത്നമാണ്. ആ മനുഷ്യരത്നം ഏതെങ്കിലും രീതിയിൽ പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. നൈസർഗികമാണ്, ദൈവകൽപ്പിതമാണ്. ഓരോരുത്തരുടെയും ജന്മത്തിൽ നൈസർഗികമായിട്ട് അവരിൽ നിക്ഷിപ്തമാണ്. എല്ലാം സ്വയം ആർജിക്കുന്നതല്ല എന്നും കൂടി പറയാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. സ്വയം ആർജിച്ച ഒരു യേശുദാസിനെ ഉണ്ടാക്കാൻ കഴിയില്ല. ആയിരക്കണക്കിന് റിയാലിറ്റി ഷോകൾ നടത്തി മ്യൂസിക് പരിശീലനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നൽകി ഒരു യേശുദാസിനെ ഉണ്ടാക്കിയെടുക്കാൻ ഇനി മലയാളികൾ 10,000 വർഷം പാടുപെട്ടാലും അത് യേശുദാസ് ആവില്ല. അത് നൈസർഗികമാണ്. അതുകൊണ്ട് ഉത്കൃഷ്ടമായ കല പവിത്രമാണ്. ഇറ്റ് ഈസ് സാക്രഡ്. അത് പവിത്രമാണ്. കാരണം അത് മനുഷ്യനെ സ്പർശിച്ചു നിൽക്കുന്നു, മനുഷ്യത്വത്തെ സ്പർശിച്ചു നിൽക്കുന്നു. ജീവിതത്തിൻ്റെ ഉത്തംഗ മൂല്യങ്ങളെ അത് കൂടുതൽ ഉദാത്തീകരിക്കുന്നു. അതുകൊണ്ട് അതെപ്പോഴും വളരെ പവിത്രമാണ്. മനുഷ്യനെക്കുറിച്ച് പറയുന്നതൊക്കെ പവിത്രമാണ്. അതുകൊണ്ട് ബീന ആർ ചന്ദ്രൻ ഒരു നടിയായി അഭിനേതാവ്, നടി എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഇപ്പം അങ്ങനൊന്നും ആരും പറയാറില്ല. അപ്പം സിനിമാ താരം എന്നുള്ള വാക്കൊക്കെ പോയി. താരം അതിലൊന്നും വലിയ കാര്യമില്ല. താരശോഭ എന്റെ പ്രിയമുള്ളവരെ, കലാരംഗത്തെക്കുറിച്ച് ഇത്രയും ഗഹനമായി അതിൻ്റെ സാധ്യതകളെ, അതിൻ്റെ പവിത്രതയെ, അതിൻ്റെ ഊർജത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ പരാമർശിച്ച ഒരു സംസാരം ഞാനത് കേട്ടിങ്ങനെ അന്തം വിട്ടു നിൽക്കുകയായിരുന്നു. ഒരുപാട് സന്തോഷം. നാടിന്റെ കലാകാരിക്ക് ആദരം എന്ന് പറയുന്നത് വളരെ അർത്ഥവത്താണ് സാർ. കാരണം ഈ നാട് വളർത്തിയ കുട്ടിയാണ് ഞാൻ. എന്റെ അച്ഛനും അമ്മയും കല എന്റെ വിത്തായി പാടി തന്നു. എന്റെ കലയെ വെള്ളവും വെളിച്ചവും വളവും തന്ന് വളർത്തിയത് ഈ നാടാണ്. കുഞ്ഞുനാൾ മുതൽ നിന്റെ ഉള്ളിലെ കഴിവുകളെ എല്ലാവർക്കും കൊടുക്ക് എന്ന് പറഞ്ഞ് തള്ളിവിടുകയായിരുന്നു. 5ാം ക്ലാസ് മുതൽ ഞാൻ 5-ലൊക്കെ പഠിക്കുന്നതാണ് പഞ്ചായത്ത് മത്സരങ്ങൾ, വാർഡ് മത്സരങ്ങൾ നടന്നിരുന്നത്. അപ്പൊ ഈ വാർഡ് മത്സരങ്ങൾക്ക് അന്ന് പഠിപ്പിക്കാൻ അധ്യാപകരില്ല. അപ്പൊ അമ്മയും അച്ഛനും പറയും, നീ നിനക്ക് പറ്റുന്ന പോലെ എല്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അന്ന് മുതൽ ഇതൊക്കെ ശരിയാണെന്നൊന്നും അറിഞ്ഞിട്ടല്ല, കുറെ കാര്യങ്ങള് കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തു, ഓരോ പരിപാടികൾ സെറ്റ് ചെയ്തു. ഞാൻ 9ാം വാർഡിലായിരുന്നു. അമ്മ പറയാ 1ാം വാർഡിലേക്ക് വിളിക്കുന്നുണ്ട്, അവിടെ പോയിട്ട് നീ എന്തെങ്കിലും